ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുക, കുറേ വീഡിയോ ഇടുക, കുറേ തേങ്ങയും മാങ്ങയും ചെയ്യുക, ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗുണമില്ലാത്ത പോലെ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു യാഥാർത്ഥ്യമായ സത്യം പറയട്ടെ. എൻ്റെ കൂടെ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടേക്കുന്നൊരു കാര്യം, ഞാൻ മെഡിസിൻ പഠിക്കുന്ന ഒരാളാണ്. ഒരുപാട് ആൾക്കാർക്ക് എന്നോട് ഒരു പ്രത്യേക തരം റെസ്പെക്റ്റ് ഉണ്ട്. അതിപ്പോൾ ഞാൻ 10 വീഡിയോ ഇടുന്നതുകൊണ്ടോ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടോ അവിടെ മാനേജർ ആയതുകൊണ്ടോ ഒന്നും കൊണ്ടല്ല, ഞാൻ മെഡിസിൻ പഠിക്കുന്നതുകൊണ്ട് മാത്രം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു 10 പേഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം കഞ്ഞി കുടിച്ച് പോകാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരിക്കലും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കാൻ പറ്റില്ല ഇക്കാലത്ത്. കാരണം മുട്ടേന്നൂരിയുടെ പിള്ളേർ ഒരു വീഡിയോ ഇടുന്നൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളെ പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞേക്കണ പോലെ ഇങ്ങോട്ട് സംഭവിക്കും. നിങ്ങൾ പോലും അറിയാതെ കുറേ റെസ്പോൺസിബിലിറ്റി തലയിലെടുത്ത് വെച്ച് പുരോഗതി പരഗതി ഇല്ലാതെ തെണ്ടും. പിന്നെ പലർക്കും വേണ്ടി കഷ്ടപ്പെടേണ്ടിയും വരും. പഠിക്കാൻ കിട്ടുന്ന സാഹചര്യത്തിൽ പഠിച്ചോ.